ഭീകരമായ അവസ്ഥ തന്നെ കേട്ടോ. ഭീകരമായ അവസ്ഥ പറയാൻ പറ്റില്ല. എന്താ ചെയ്യാന്നുള്ള ഒരു പിടിയാകില്ല. ഞാൻ ഇനി മരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പുറത്ത് പറഞ്ഞു, ഞാൻ ഇനി ജീവിക്കുന്നില്ല, നിങ്ങളിത് ഏറ്റെടുത്തോ, പിന്നെ എൻ്റെ കുട്ടികൾ എൻ്റെ കുടുംബം സംരക്ഷിച്ചാൽ മതി, നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഞാൻ വിട്ടു തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. ഫോറസ്റ്റുകാരോട് പറഞ്ഞു, ഇനി എനിക്ക് രക്ഷയില്ല. എനിക്ക് ഹൃദയം പൊട്ടിപ്പോയി രാവിലെ. ഇപ്പോഴെൻ്റെ കണ്ണുനീര് കുറച്ച് കുറഞ്ഞു. രാവിലെ എനിക്ക് വന്നപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. ബാങ്കിൽ ചെന്നു, അദാലത്തിന് ചെന്നു. അവരിങ്ങനെ അവരുടേതായ കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങള്. അപ്പൊ നമ്മളെ മനസ്സിൽ വല്ലാതൊരു ഫീല് നമുക്കുണ്ടാവും. എന്താ വെച്ചാൽ അയ്യോ അവര് പിന്നെ അടയ്ക്കാത്ത കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. എന്നിട്ട് ഞാൻ അന്ന് എനിക്ക് ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ചത്താലോ എന്ന് വരെ ചിന്തിച്ചു. അവിടെ 1-2 പേരെ ആ വർത്താനം അവര് പറഞ്ഞത് സത്യമാണ് എങ്കിൽ കൂടി അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടാണ്. നല്ല വളമുള്ള, പക്ഷെ ഞങ്ങൾക്കൊരു കാന്താരി മുളക് വരെ എല്ലാം വാങ്ങിയിട്ട് വേണം. ഒരു സാധനം ഞങ്ങൾക്ക് വാങ്ങാതെ പറ്റില്ല. അപ്പൊ ഇതിനൊരു സർക്കാർ തലത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അവർ സ്ഥലം ഏറ്റെടുത്തോട്ടെ. സ്ഥലം ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ സംരക്ഷിച്ചാൽ മാത്രം ഞങ്ങൾക്ക് ജീവനക്കാർക്ക് പൈസ കൊടുക്കുന്ന പോലെ ഞങ്ങളെ കുടുംബം സംരക്ഷിച്ചാൽ മതി. ഞങ്ങൾ വിട്ടുകൊടുത്തേക്കാം. സർക്കാരിന് അങ്ങനെയാണെങ്കിൽ സർക്കാർ ഞങ്ങളെ ഏറ്റെടുത്താൽ മതി. ഇത് പൊട്ടിക്കുമ്പോ തന്നെ ഞങ്ങക്ക് ഉറക്കമില്ല പൊതുവെ. എന്താ വെച്ചാല് പിന്നെ പിന്നെ വരുന്നുള്ള ഉറക്കം വരലില്ല. വന്ന് എല്ലാം നശിച്ചു പോവുകയല്ലേ. ഇപ്പൊ എല്ലാ ദിവസവും തന്നെ ആന വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ അയൽവക്കക്കാരൊക്കെ കൂടി ഇരുന്ന് ഇവിടെ ഒരു എല്ലാം അറിയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് രാത്രി ഇന്നലെയൊക്കെ 2:30 വരെ ഞങ്ങൾ ഇവിടെ കാവലി. പിന്നെ എന്താ പറയാ, ഞങ്ങൾക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. നമസ്കാരം. നമ്മളിന്നുള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് പണയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിതിനു മുന്നേ ഈ പ്രദേശത്തൊക്കെ വന്ന് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ആന തന്നെയാണ് ഇന്നത്തെ വിഷയം. ആനശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് വടക്കനാട് എന്ന് പറയുന്നത്. നമ്മളിതിനു മുന്നേ ഉള്ള എപ്പിസോഡുകളിലൊക്കെ കണ്ടതാണ്. നമ്മളേതായാലും ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാട്ടാനയുടെ ശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. കർഷകർ വളരെയധികം പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു സ്ഥലത്തേക്ക് പോയി നമുക്ക് അവിടുത്തെ കർഷകരെ നേരിട്ട് കണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കാട്ടാന നടത്തിയ എന്താ പറയുക ആക്രമണങ്ങളും അല്ലെങ്കിൽ കൃഷിനാശമൊക്കെ നമുക്ക് നേരിട്ട് ഒന്ന് കണ്ട് ബോധ്യപ്പെടാം കേട്ടോ. ഓക്കെ, എങ്ങനെയായിരുന്നു? പത്മനാഭൻ, PN പത്മനാഭൻ, അമൃതഭവൻ, വടക്കനാട്, 1-ാം വാർഡ്. ചേട്ടാ, ഇവിടെ ആനശല്യം വളരെ രൂക്ഷമാണല്ലേ? രൂക്ഷമാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നോ? കഴിഞ്ഞ ആഴ്ച വന്നു. പിന്നെ ഇവിടെ വന്നിട്ട് 2 ദിവസമായി. അവിടെ അക്കരത്തോട്ടത്തിൽ ഇന്നലെ വന്നു. 3 ദിവസം അടുപ്പിച്ച് വന്നു. 3 ദിവസം അടുപ്പിച്ച് വന്നു. കുറെ നാശങ്ങൾ അല്ലേ? നമുക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. ഓക്കെ. ഇതിപ്പോ 10 ദിവസത്തിന്റെ അടുത്തായിട്ടുണ്ട്. 10 ദിവസമായില്ലേ? ഇത് കളഞ്ഞല്ലേ? ഞാൻ വെട്ടി കളഞ്ഞു. 10 ദിവസം ആവുന്നേ ഉള്ളൂ. ഓക്കെ. പറ്റിയ ആളൊരു കൊമ്പനാണ്. ആനപ്പിണ്ടുണ്ട്, തെളിവിനായിട്ട് ആനപ്പിണ്ടുണ്ട്. അവൻ കൈക്കടി കാണുമ്പോ തിരിച്ചു വരും. ഞാൻ അതുകൊണ്ട് പുറത്തിറങ്ങില്ല. അല്ലേ? ഇതൊക്കെ കളഞ്ഞു. ഒരാഴ്ച ദിവസം വന്നു. മുട്ടിക്കൊമ്പനാണോ? മുട്ടിക്കൊമ്പല്ലേ? ഇതും കളഞ്ഞു. അത് ലൈറ്റ് ഭയങ്കര പ്രശ്നമല്ല ആനയ്ക്ക്. ഗാർഡുമാരെ കണ്ട അവർക്ക് പേടിയായിരുന്നു. അല്ലേ? വരുമ്പോ അവര് വന്നാൽ ആന ഓടും. അവര് പടക്കം കൊണ്ടിരിക്കും. അതെ അതെ. അവര് വന്നിട്ട് ഓടിച്ചതാ. അവര് വന്നിട്ട് ആനപ്പിണ്ടം കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ എന്നിട്ട് ചേട്ടൻ വെട്ടിക്കളഞ്ഞായിരിക്കും അല്ലേ? ഞാൻ വെട്ടിക്കളഞ്ഞു. ഇത് മലനാട് ചാലിലേക്ക് എടുത്തല്ലോ. ഇതൊക്കെ എടുത്തു പോയായിരുന്നു. ഇത് വാർത്തയുണ്ടായിരുന്നു. ഇവിടെ കുറെ കാൽപ്പാടൊക്കെ കാണാം. ഇതിലേ വന്നേല്ലേ? ഇല്ല, ഇങ്ങോട്ട് കിടക്കുന്ന അങ്ങോട്ട് പോകുന്നേ. കടക്കലും ഇറങ്ങലൊക്കെ ഈ വഴിക്കാട്ടാ പോയെ. ഈ തെങ്ങ് നോക്കി ഇത് എടുത്തിട്ടുണ്ടാവും. ഇത് 3 തവണ ഇപ്പൊ മറിക്കണം. നേരെയുള്ള തെങ്ങായിരുന്നു. ഇങ്ങനെ നേരെ ഉണ്ടായിരുന്നതാ. നേരെ എന്നാ തെങ്ങ് ഇങ്ങനെ മറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മരത്തിൽ ചേർത്തുണ്ടായിരുന്നു. അവർക്കിപ്പോ ഇത്രയാക്കില്ലേ? മറിഞ്ഞ് കിട്ടുന്നില്ലല്ലേ? കിട്ടിയില്ല. ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നും തട്ടിയിട്ടുണ്ട്. ഇത് അവർ ഫോട്ടോ എടുത്തിരുന്നു. എന്നോട് മേലെടുത്ത് നോക്കാൻ പറഞ്ഞു. ചാനലിൽ വരും. നല്ലൊരു തീയനോട് നല്ല ഇനം തെങ്ങാല്. അതുകൊണ്ട് അങ്ങനെ മറിയാത്തല്ലേ? മറിയാത്ത വളമൊക്കെ ഇട്ട് നല്ല വളമൊക്കെ ഇട്ടതാ. ഇത് എത്ര വർഷം? 3 തവണ കുത്തി. ഇത് 5-6 വർഷം ആവുള്ളൂ. അല്ലേ? 6 വർഷം ഇത്രയല്ലേ? 6-7 വർഷം അല്ലേ? അതും പോയി. ഇത് നഷ്ടത്തിൽ എഴുതിക്കോളാൻ പറഞ്ഞു പോയതേ വേറെ. അല്ലേ? ഇതിലെ വരും. ഇങ്ങോട്ടാ? ഇത് രാത്രി കുറെ സമയം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആനപ്പിണ്ടാണല്ലോ.
ആനയുടെ കാൽപ്പാട് ഇതാ ആനപ്പിണ്ടം. ഒരു വഴിയാണ്, ആനക്കാരാന്ന് പറയാ വഴിയാണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ? പോരാ, 2 മാസത്തിന്റെ 2 മാസമായി. നിങ്ങൾ വന്നിട്ടില്ല, ഇത് അത് കിടന്ന് വന്നിട്ടില്ല, അത് കഴിഞ്ഞ ശേഷം നമ്മളിതിന് മുന്നേ ഇവിടെ വന്ന കേട്ടോ. അന്ന് ഇതിൻ്റെ വേറൊരു സൈഡായിരുന്നു. അന്ന് കുറേ കവുങ്ങും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച മൃഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇതുണ്ടോ, ഇതിലൊക്കെ നടന്നു പോയ കേട്ടോ. ഇഷ്ടംപോലെ കാൽപ്പാട് കാണുക. ഇതൊക്കെ ആനയുടെ കാൽപ്പാടാട്ടോ ഈ കാണുന്നൊക്കെ. ഇതൊക്കെ കാൽപ്പാടാണ്. ഇതൊക്കെ ചാല എടുത്തു പോയത്. അതിന് ഈ കാട്ടില് പകൽ ആന ഉണ്ടെന്നാ പറഞ്ഞത്, 10-15 ഉണ്ടെന്നാ പറഞ്ഞത് ഇവിടെ സംഭരിച്ചിരിക്കുക. ഇതിനകത്തോ? ഈ മുകളിൽ അവിടെ പറമ്പിലാ? പറമ്പിലല്ല, ഫോറസ്റ്റ്. നമ്മളവിടെ അപ്പുറത്ത് നമ്മുടെ പറമ്പിൽ വന്നപ്പോ കളഞ്ഞതാണ്. കവുങ്ങ് കളഞ്ഞിട്ടേക്കുന്ന കേട്ടോ. അതോ എങ്ങോട്ട് നോക്കിയാലും കവുങ്ങ് മാത്രമേ കാണാനുള്ളൂ. വീടിന്റെ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി വെള്ള വള്ളിയും കവർന്ന് കെട്ടി തൂക്കിയിട്ടേക്കുന്ന കേട്ടോ. ഇവർ ഫോറസ്റ്റുകാർ അഥവാ പടക്കെടുത്ത് വന്നാൽ ഇവർ മാറുള്ളൂ. ഞങ്ങളൊക്കെ ഇന്നലെ ഒറ്റ വെച്ചിട്ട് മാറിയിട്ടില്ല. ഫോറസ്റ്റുകാർ വരുമ്പോഴേ ഇവൻ ആന പോകുന്നു. നമ്മളെന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലേ? നമ്മൾ എത്ര ഇന്ന് പൊട്ടി വെച്ചിട്ടാലും പോവില്ല. എന്നുവെച്ചാൽ മറ്റേ പടക്കം വരും, അവർ 5-6 അല്ലേ? നമുക്ക് അക്കരെ പോവാം. ഇതിലാണ് സ്ഥിരം വഴി. ഇതിലാ പോകുന്നല്ലേ? ഇതിലാണ് പോകുന്നത്. ഇങ്ങോട്ട് പൊട്ട് അങ്ങനെ കാട്ടു വരും. ഈ സ്ഥലം, ഈ വടക്കനാട് എന്ന് പറയുന്ന പ്രദേശം ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ വലിയ ഒരു ഏരിയ ആണ് ഇവിടെ. 10 കൊല്ലം മുമ്പ് ഇത്ര ശല്യമൊന്നുമില്ല. ആണല്ലേ? ചേട്ടൻ എത്ര വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്? ഞാൻ എന്റെ ഇപ്പോൾ അവിടെ തുടങ്ങിയിട്ടൊരു 30-32 വർഷമായി. പിന്നെ ഇവിടെ ഞങ്ങൾ ഇവിടെ കുറേ മൊത്തം ഈ വടക്കനാട് പ്രദേശത്ത് എത്ര വർഷമായി? വടക്കനാട് ഞങ്ങൾ പുരാതനമായിട്ടുണ്ട്. അച്ഛന്റെ തലമുറ 10-100 വർഷമൊക്കെ ഉണ്ടോ? 100 മേലുണ്ട്. അതെ. വയനാട് ചുറ്റിമാറില്ലായിരുന്നു. ഓഹോ, ആന പേടിക്കാൻ വേണ്ടിട്ട് ഇട്ടേക്കുന്ന കേട്ടോ. ആണല്ലേ? അതെ അതെ. കൃഷി കൊണ്ട് ജീവിക്കുന്നവര് ദിവസവും ഇങ്ങനെ പടക്കത്തിന് വേണ്ടി ഇങ്ങനെ പൈസ മാറ്റി വെക്കാന്ന് പറഞ്ഞാലേ. ഞാൻ ഇന്നലെ കുറച്ച് ഇന്നലെ അങ്ങോട്ട് പോയി. ഓഹോ. ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് രാജേശ്വരി. ഒന്ന് പറയാമോ ഇവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ നേരിടുന്നത്? ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്യമൃഗശല്യം തന്നെയാണ്. എന്താ വെച്ചാല് ജനപ്പെരുപ്പം തടഞ്ഞ പോലെ മൃഗപ്പെരുപ്പം തടയുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പെറ്റു പെരുകി ഞങ്ങൾക്കിപ്പോ ആദ്യമൊക്കെ ഇങ്ങനെ ഞങ്ങളെ പോലെ കാടിനോട് അരികിന് ചേർന്നിരിക്കുന്നവർക്കായിരുന്നു ബുദ്ധിമുട്ട്. ഇപ്പൊ നോക്കുമ്പോ മൊത്തത്തിൽ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ പോലുള്ള ഒരുപാട് പേരുണ്ട്. ബാങ്കിൽ നിന്ന് കടമെടുത്ത് അയൽക്കൂട്ടങ്ങളിൽ നിന്ന് കടമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. നെൽകൃഷി ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാതെ തേങ്ങ ഒന്നും കിട്ടലില്ല. മലയെണ്ണാന് കുരങ്ങ്, പിന്നെ അതേപോലെ കുരങ്ങ് വന്ന് കാട്ടുന്ന ചാടുന്നത് കവുങ്ങിലേക്കാ. ആ കവുങ്ങിന്റെ കൂമ്പ് തട്ടി അതൊക്കെ ഉണങ്ങിപ്പോയി, അതിന്റെ കായൊക്കെ കളഞ്ഞ് അങ്ങനെ ആകെ ഒരു ദുരിതം. ഞങ്ങക്ക് വേറെ ഒന്നുമില്ല, മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഞങ്ങക്ക് ചെയ്യാൻ അറിയാവുന്നത് കൃഷി മാത്രം. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ പരാജയമല്ലാതെ മക്കളെ കെട്ടിക്കണം. ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങൾക്കും ജീവിക്കണ്ടേ. അപ്പോ അതിനുള്ള ഒരുപാട് കഷ്ടപ്പാട് ഞങ്ങള് അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ 12 ലക്ഷം രൂപ കടമുണ്ട്. അയൽക്കൂട്ടത്തിന്ന് 1.30 വേറെ എടുത്തിട്ടുണ്ട്. ഈ കടങ്ങളൊക്കെ ഞങ്ങൾക്ക് മീട്ടണം. ഇതിൽ നിന്ന് വല്ലതും കിട്ടിയിട്ട് വേണം, അല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് എന്നിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തിട്ട് ഞങ്ങൾ നവകേരള സദസ്സിൽ കൊടുത്തിരുന്നു ഞങ്ങളുടെ ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്ഥലം ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്കൊരു വീടും സ്ഥലവും സർക്കാർ ചെയ്ത് ഞങ്ങൾക്കൊരു 7 സെന്റ് സ്ഥലവും ഒരു വീടും ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. ഞങ്ങൾ ഇവിടുന്ന് മാറിക്കോളാം, സർക്കാർ ഏറ്റെടുത്തോട്ടെ. പക്ഷെ ഞങ്ങളുടെ കടം ഏറ്റെടുക്കണം, കടവും കൂടെ ഏറ്റെടുക്കണം. ഇപ്പൊ എന്നിട്ട് ഞങ്ങൾ നവകേരള സദസ്സ് കൊടുത്തു. അപ്പൊ കൊടുത്തപ്പോ ഞങ്ങൾക്ക് മറുപടി വന്നു, ഇങ്ങനെ അത് അദാലത്തുണ്ട് ബാങ്കില്, അപ്പൊ അവിടെ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോ അദാലത്തിന് കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നപ്പോ ഒരുപാട് കാര്യം അവര് പറയുന്നത് ന്യായമാണ്. നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പൈസ നമ്മൾ അടയ്ക്കുന്നില്ല. ഇപ്പൊ 5-6 വർഷമായി ഞങ്ങൾ അടച്ചിട്ടില്ല.
എത്ര രൂപയാ ലോൺ എടുത്തേ? 5.5 ലക്ഷം ലോൺ എടുത്തതാണ്. അപ്പൊ ഒരു പ്രാവശ്യം പുതുക്കി വെച്ചു. പിന്നെ ഞങ്ങൾ അത് പുതുക്കി വെക്കാനൊന്നും ഞങ്ങൾക്ക് എന്താവശ്യത്തിനായി ലോൺ എടുത്തേ? ഞങ്ങള് കൃഷി ആവശ്യം, മോളെ കല്യാണം, അങ്ങനെ ഒന്നിലും ഒന്ന് കിട്ടിയാലല്ലേ എന്തൊക്കെയാ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോണ്ടേ. അത് എന്തിനാ ഏതിനാന്നുള്ളത്. കല്യാണം നടത്തി, 2 കല്യാണം നടത്തി, പിന്നെ മക്കളെ പഠിപ്പിക്കണം, പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. രോഗം, അതിന്റെ ഇടയ്ക്ക് അസുഖം, പിന്നെ 2-3 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ജീവിക്കുന്ന ഈ ഒരു കൃഷി കൊണ്ടാണല്ലോ? ഒറ്റ കൃഷി കൊണ്ട് മാത്രമാണ് ഞങ്ങൾ. ഇവിടെ എന്തേരം സ്ഥലമുണ്ട് ചേച്ചി? 1.80 സ്ഥലം. അതായത് ഈ വയല് മാത്രാ? വയല് മാത്രം. അല്ലെ, വയലും ഈ വീടും ഇരിക്കുന്ന സ്ഥലം മാത്രം. വീട് ഇരിക്കുന്ന സ്ഥലം. അപ്പൊ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണാട്ടോ. ഇതാണ് ഇവരുടെ സ്ഥലം. ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞത്. അപ്പൊ ഇവിടെ എല്ലാ ദിവസവും ആന വരുമോ ചേച്ചി? മിക്ക ദിവസവും ഇപ്പൊ എല്ലാ ദിവസവും തന്നെ ആന വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ അയൽവക്കക്കാരൊക്കെ കൂടി ഇരുന്ന് ഇവിടെ ഒരു എല്ലാം അറിയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് രാത്രി ഇന്നലെയൊക്കെ 2:30 വരെ ഞങ്ങൾ ഇവിടെ കാവലിരുന്നു. ഇവിടെ അടുത്തുള്ള പ്രേമൻ അങ്ങനെയുള്ളവർ കുറെ പേര് ഇവിടെ വന്നായിരുന്നു. അവരൊക്കെ കൂടി ഇരുന്ന് ഞങ്ങൾ കാവലായിരുന്നു. ഇന്നലെ മെനിഞ്ഞാന്ന് അതിന്റെ തലേന്നൊക്കെ. അപ്പൊ ആന ഒരു ഇത് പൊട്ടിക്കുമ്പോ തന്നെ ഞങ്ങക്ക് ഉറക്കമില്ല പൊതുവെ. എന്താ വെച്ചാല് പിന്നെ പിന്നെ വരുന്നുള്ള ഉറക്കം വരലില്ല. ഞങ്ങൾക്ക് വന്ന് എല്ലാം നശിച്ചു പോകുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് ഇതിന്ന് കിട്ടിയിട്ട് വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാനേ. ഇപ്പൊ ഒരു മാർഗമില്ലാതെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുക. ഫോറസ്റ്റുകാരോട് ഞങ്ങൾ പറയുമ്പോ അവർക്കും എന്താ പറയാ, പിന്നെ അവര് വന്ന് കമ്പി കെട്ടുന്നുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് പോകുമ്പോ ഒരു സ്ഥലത്ത് കമ്പി, അതൊന്നും ശാശ്വതമല്ല. ഇപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, പിന്നെ ട്രെഞ്ച് ഒന്ന് വീതി കൂട്ടിയാല് ചിലപ്പോ ഒന്ന് വൃത്തിയായി ഒന്ന് ട്രെഞ്ച് കുറച്ച് വീതി കൂട്ടി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ അത് വിജയിക്കാൻ സാധ്യത. അന്നൊക്കെ അങ്ങനെ കുറെ പിന്നെ പിടിച്ചു നിന്നിരുന്നു. ഇപ്പൊ എല്ലാം ട്രെഞ്ചൊക്കെ നാശമായി. പിന്നെ എന്താ പറയാ, ഞങ്ങൾക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ബാങ്കുകാർ പറയാതിരിക്കുമോ? ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല, നിർവാഹമില്ല. അപ്പൊ അവര് പറയുന്ന വാങ്ങിയപ്പോ നിങ്ങൾ ഇത് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്കൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അടയ്ക്കാത്തത്. അല്ലാതെ ഞങ്ങക്ക് പറ്റിക്കണമെന്നോ ഞങ്ങള് എന്താ ചെയ്യാ? ഒന്നും കിട്ടാനില്ല. പിന്നെ ഞങ്ങക്ക് വേറെ ഒന്നും അറിയില്ല, വേറെ പണികളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ പ്രശ്നം രൂക്ഷമായിട്ട് ഞാൻ പണ്ട് ശ്രദ്ധ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ആകാശവാണിയിൽ. അന്നൊക്കെ ഞങ്ങൾക്ക് മാത്രമായിരുന്നു ഈ പിന്നെ ഈ കാടിനോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു പ്രതിസന്ധി വന്നിരുന്നുള്ളൂ. അപ്പൊ ഒന്നും ആരും അങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല, ഇത്രയും പ്രശ്നങ്ങൾ വരുന്നേ. ഇപ്പോഴാണ് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു. അതെല്ലാവർക്കും, ഈ നാട്ടിലുള്ള എല്ലാവർക്കും ബാധിച്ചു. അപ്പൊ ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ പറയുമ്പോ ഇപ്പൊ മൊത്തം ബാധിച്ചു, എല്ലാവർക്കും ബാധിച്ചു. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് പിന്നെ ഈ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകർ കൃഷി ചെയ്തിട്ട് വേണ്ട, ഇപ്പൊ ഉദ്യോഗസ്ഥരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഭക്ഷണം കഴിക്കാതെ ആർക്കും പിന്നെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങളെപ്പോലുള്ളവരെ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. എന്താ വെച്ചാല് പിന്നെ നെൽകൃഷി ഇപ്പൊ പിന്നെ എന്താ വെച്ചാല് ഈ പിന്നെ വേനലായി കഴിഞ്ഞാല് പിന്നെ വരൾച്ച, മഴക്കാലമായി കഴിഞ്ഞാൽ പെരുമഴ, ഇതൊക്കെ നിലനിർത്തണേ ഞങ്ങൾക്ക് പൈസ അത്യാവശ്യമാണ്. മൂലധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എന്താ വെച്ചാൽ ഒന്ന് പൊട്ടി അങ്ങ് പോകും. അപ്പൊ പിന്നെ അത് പിന്നെ ഇതൊക്കെ ഒന്ന് വരുമ്പോഴൊക്കെ ഒന്ന് ശരിയാക്കണേ. പിന്നെയും ഞങ്ങളെ പോലുള്ളവര് ഇക്കരെ ഒന്ന് വന്നു, കുരങ്ങ് വന്നു, അപ്പോഴത്തേക്ക് അക്കരെ വന്നു. ഈ ഓടി ഓടി കാലിനൊക്കെ ഇപ്പൊ വേദന, സ്ഥിരം മരുന്നാണ്. പിന്നെ മരുന്നിന് പോലും ഞങ്ങൾക്ക് പൈസയില്ല. ഇങ്ങനെ ഒരുപാട് ഓർത്തോർത്ത് പറയാൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഞങ്ങള് ഒരുപാട് സ്ഥിരം അനുഭവിക്കുകയാണ്. ഇതിപ്പോ നിങ്ങൾ പോയി കഴിയുമ്പോഴാവും ഞങ്ങൾക്ക് അയ്യോ അത് പറഞ്ഞില്ലല്ലോ, മറ്റുള്ളവരും കൂടെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയണമല്ലോ. ഇപ്പൊ ഇതാ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, പുത്തുമല അങ്ങനെയുള്ള മുണ്ടക്കൈ ഭാഗത്തൊക്കെ അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ, നമുക്ക് കുറച്ച് അരിയെങ്കിലും കൊണ്ടു കൊടുക്കാൻ, വേറെ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് വേണ്ട എന്തെങ്കിലും ഒരു സഹായവും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റേതായ വിഷമങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ പോലുള്ള അമ്മമാരും പിന്നെ കുഞ്ഞുങ്ങളും നമ്മളെ പോലുള്ള ആൾക്കാരല്ലേ, അവര് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് വിചാരിച്ചാൽ അതിനുപോലും ഞങ്ങൾക്ക് പറ്റാത്തൊരു വീടൊക്കെ ഈ വീടുണ്ട് ഒന്നും പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, അവര് അനുഭവിക്കുന്ന പോലെ തന്നെയുള്ള പ്രശ്നങ്ങളല്ലേ നിങ്ങൾ അനുഭവിക്കുന്നത്? അതെ, സത്യമായിട്ട് ഞങ്ങൾ അതേപോലെ തന്നെ. അവർക്ക് വീടില്ല, പിന്നെ ഇപ്പൊ ഞങ്ങൾക്കൊരു വീടുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നത്. ആത്മഹത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് ബാങ്കിൽ ചെന്നു, അദാലത്തിന് ചെന്നു. അവരിങ്ങനെ അവരുടേതായ കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങള്. അപ്പൊ നമ്മളെ മനസ്സിൽ വല്ലാതൊരു ഫീല് നമുക്കുണ്ടാവും. എന്താ വെച്ചാൽ അയ്യോ
അവര് പിന്നെ അടയ്ക്കാത്തത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. എന്നിട്ട് ഞാൻ അന്ന് എനിക്ക് ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി ചത്താലോ എന്ന് വരെ ചിന്തിച്ചു പോയി. അവരുടെ ആ എല്ലാവരും തന്നെ അല്ല, അവിടെ 1-2 പേരെ ആ വർത്താനം അവര് പറഞ്ഞത് സത്യമാണ് എങ്കിൽ കൂടി അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഇവിടെ വന്ന് കേട്ട് ആലോചിച്ചപ്പോൾ വിചാരിച്ചു അവര് പറയുന്നത് പിന്നെ അടയ്ക്കാത്തത് കൊണ്ടല്ലേ. അങ്ങനെ ഒരു ഇത് മനസ്സിന് ഞാൻ നിയന്ത്രിച്ച് നിർത്തിയത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ആത്മഹത്യയൊക്കെ ഒരു പരിഹാരം അല്ല, എങ്കിൽ കൂടെ ചെയ്തു പോകും. നമ്മുടെ സാഹചര്യമാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. എല്ലാത്തിനും പൈസ വേണ്ട. പിന്നെ പശുവിനെ നോക്കി കുറെ കാലം പശു, ഇപ്പൊ പുലി കടുവ കൊണ്ട് കടുവയുണ്ട്. കടുവയൊക്കെ അക്കരെയൊക്കെ കടുവ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പശുവിനെ ഒഴിവാക്കി. ഇപ്പൊ ഒരു സാധനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ. ഞങ്ങൾക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല, വിറകിനൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ പുത്തുമല അതുപോലെ പിന്നെ അങ്ങനൊന്നും വരില്ലാന്ന് തോന്നുന്നു. ഇവിടെ മലകളോ കുന്നുകളോ ഒന്നുമില്ല. എന്ത് നട്ടാലും ഞങ്ങൾക്ക് കിട്ടും, എന്ത് നട്ടാലും. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ നല്ല വളമുള്ള മണ്ണാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാന്താരി മുളക് വരെ എല്ലാം വാങ്ങിയിട്ട് വേണം. ഒരു സാധനം ഞങ്ങൾക്ക് വാങ്ങാതെ പറ്റില്ല. എല്ലാം പുറത്തുനിന്ന് വാങ്ങുക. കർഷകരുടെ അവസ്ഥയാട്ടോ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മള് എന്താ പറയാ, വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാട്ടോ ഇത് കേൾക്കുന്നത്. ഇതിപ്പോ കാണുമ്പോ നമുക്ക് നല്ല ഇതൊരു അന്തരീക്ഷമാണ് ഇത് ചെയ്യാൻ. പക്ഷെ നമുക്ക് കൊയ്ത് കിട്ടിയാലല്ലേ, അതുവരെ നമുക്ക് ഇങ്ങനെ സങ്കടത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഇത് കിട്ടുവോ. പിന്നെ രാത്രി പകല് കിടന്നുറങ്ങാൻ പറ്റുമോ? പകല് കിടന്നുമ്പോൾ കുരങ്ങ് വന്നാൽ ഒഴിച്ചു കഴിയുമ്പോഴത്തെ പിന്നെ രാത്രി ഈ ശല്യം. ഞങ്ങള് മര്യാദക്കൊന്നും ഉറങ്ങലൊന്നുമില്ല. ഇതുപോലെ തന്നെ ഈ പരിസരത്തുള്ള ഏകദേശം എല്ലാവരും, എന്റെ തന്നെ അല്ല, എല്ലാവർക്കും ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ പോലുള്ളവർ കാടിനോട് ചേർന്നുള്ളവർക്ക് ഒന്നും കൂടെ രൂക്ഷമായിട്ടാണ്. അതെ. അധികാരികളോട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളെ മക്കള് തിന്നേണ്ടതാണ് ഇപ്പൊ ഞങ്ങള് ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്നത്. മൃഗങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും തിന്നു പോകുന്നത്. ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇല്ലാന്ന് തന്നെ പറയണം. അപ്പോ പിന്നെ ഞങ്ങൾ എന്തായാലും കേൾക്കാതെ പോകരുത്. ഞങ്ങളെപ്പോലുള്ള കർഷകരെ നിങ്ങൾ സംരക്ഷിച്ചേ പറ്റൂ. അത് എന്താ പറയാ, ഞാൻ ഒന്നും കൂടെ പറയാ, ഒരു അഭ്യർത്ഥനയായിട്ട് ഞങ്ങൾ പറയാണ്, ഞങ്ങളെ രക്ഷിച്ചേ പറ്റൂ. ആ ചേച്ചി സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്താ പറയാ, നമുക്കൊന്നും ഒരു മറുപടി പോലും കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവരവരുടെ വിഷമമാണ് ഈ പറയുന്നത്. നമ്മളിപ്പോൾ ഈ സൈഡിലൂടെ കാണുന്ന ഈ ഒരു നെൽപ്പാടം അവർ കൃഷി ചെയ്യുന്നതാണ്. ഇപ്പോൾ പറഞ്ഞിട്ടില്ല, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള മട്ടിലാണ് കൃഷി ചെയ്യുന്നതെന്ന്. ഒന്നും പ്രതീക്ഷയോടെ ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത്. ഇവർ ഇവിടുന്ന് പോകാൻ തയ്യാറാണ്, പക്ഷെ അതിന് പോലും ഇവർക്കൊരു സാഹചര്യം ഒരുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ വളരെ ബുദ്ധിമുട്ടിലാണ്. കടവും കാര്യങ്ങളൊക്കെ എടുത്ത് എന്താ പറയുക, കൃഷിയൊക്കെ ചെയ്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ജപ്തി നോട്ടീസുണ്ട്. ഇതുപോലെ കർഷകർ വളരെയധികം വലിയ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ചേട്ടൻ്റെ പറമ്പ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജചേട്ടൻ്റെ അതെ, പത്മനാഭൻ. അതാ, ഇതിന് മുന്നേ നമ്മൾ വന്നപ്പോൾ ഇതേ പറമ്പ് തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പുള്ളിയുടെ പറമ്പിലെ സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കവുങ്ങ് എത്ര എണ്ണമാണ് വീണ് കിടക്കുന്നത് നോക്കി. മൊത്തം കവുങ്ങും തീർക്കും കേട്ടോ ഈ പോക്ക് പോയാൽ. അല്ലേ, മൊത്തം കളയാ കംപ്ലീറ്റ് തീർക്കുവാണ്. അങ്ങനെ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് അല്ലേ. എന്തോരാ കളഞ്ഞേക്ക് നോക്കിയത്. ഇത് എത്ര വർഷം പഴക്കമുള്ള കവുങ്ങായിട്ടാ? ഇതൊരു 25-30 ഉണ്ടല്ലേ. ഒരു രാത്രി കൊണ്ട് തീർന്നു അല്ലേ? ഒരു രാത്രി കൊണ്ട് തീർന്നു. ഇത്ര കാലം കൊണ്ടാ? അതെ അതെ അതെ. നിങ്ങൾ നോക്കി, ഈ പറമ്പിൽ വരാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി അടുപ്പിച്ച്. ആണല്ലേ. യുദ്ധപ്പറമ്പ് പോലെ ആയിട്ടോ. യുദ്ധം നടന്ന ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട്. എത്ര കവുങ്ങ നോക്കി, എങ്ങോട്ട് നോക്കിയാലും കവുങ്ങ് മാത്രം. എത്ര കവുങ്ങ് ആണല്ലേ. പണിയന്മാർ കൊണ്ടുപോകാതെ അത്ര കൊണ്ടുകൊണ്ടിരിക്കും. അവർക്ക് ഈ തോട്ടത്തിൽ ഉണ്ടാകുന്ന തന്നെ പണി. മൊത്തം മറിച്ചിട്ടേക്കോട്ടെ. എന്തോരം കവുങ്ങാണ്. നല്ല കവുങ്ങാണ്, നല്ല കാഫലുള്ള കവുങ്ങ.
ആനയുടെ പിണ്ടം ഇന്നലെ രാത്രിത്തെ അല്ലേ? രാത്രി ഇന്നലെ രാത്രി 1-ാം തീയതി കഴിഞ്ഞ രാത്രിക്കാണ് അങ്ങനെ പിണ്ടം കിടക്കുന്നുണ്ടോ ഇപ്പോൾ? 7 മണിയാകുമ്പോഴേക്കും എത്തി. ആണല്ലേ? ഉണ്ടോ? ഇതിന് നടക്കാൻ പറ്റാത്ത രീതിയിലായില്ലേ? ഞായത്തെ പെട്രോൾ ഇന്നൊക്കെയാ അതെ, നടക്കാൻ പറ്റാത്ത രീതിയിലാക്കിയില്ലേ? നമുക്ക് പറഞ്ഞതിനെ പറ്റും. പറഞ്ഞൊക്കെ ആരെങ്കിലും ആദിവാസികൾ കൊണ്ടുപോകും. അപ്പോൾ അത് കൊണ്ടുപോകും, കിടക്കണം, കത്തിക്കാം. വല്ലാത്ത നശിപ്പിക്കലാട്ടോ നശിപ്പിച്ചേക്കണം. കണ്ടു നിൽക്കാനേ നമുക്കൊക്കെ പറ്റുന്നുള്ളൂ. അപ്പം ചെയ്യത് ഇതിനിപ്പോ 4 ലക്ഷം ഉറുപ്പിയോളം ലോണുണ്ട്, കാർഷിക ലോണുണ്ട്. ആണല്ലേ? മോളെ കല്യാണത്തിന് എടുത്തതാ. അതിപ്പോൾ അടച്ച് പുതുക്കണം. പുതിയില്ലെങ്കിൽ കൂടുതൽ നൈസ് ഇത് വരും. ആണല്ലേ? ജപ്തി പോലെ ജപ്തി വരും. കാർഷിക ലോണുണ്ട്, 4 ലക്ഷം ഉണ്ട്. ഈ പ്രദേശം നോക്കി മൊത്തം കളഞ്ഞു വെച്ചേക്കോട്ടോ. രാത്രി അവര് വരുമ്പോൾ ഓടിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതൊക്കെ തീർത്താൻ. മൊത്തം തീർന്നാനല്ലേ? അവരെ ഞാൻ വിളിച്ചു, ഫോണിൽ വിളിച്ചപ്പോൾ ഒരു വണ്ടി കയറ്റി പണം കൊടുത്ത് ഒരു കാട് കയറ്റി കൊടുത്തു. താഴെയൊക്കെ ഉണ്ട് കേട്ടോ. വീണ് കിടക്കുന്ന എല്ലായിടത്തും കാണാം നമുക്ക്. എന്തോരം വെള്ളം കിടന്നല്ലേ? ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ടല്ലേ? നേരത്തെ 1-2 കളഞ്ഞതിന്റെ അടുത്തല്ലേ? അന്നും കുറെ കളഞ്ഞു. ഇപ്പൊ ഒരു 10-200 പോയി. 200 കവുങ്ങൊക്കെ പോകാൻ തുടങ്ങി. എത്ര നാളത്തെ അധ്വാനം കാഴ്ച. 10-25-30 വർഷം പ്രായമുള്ള കവുങ്ങൊക്കെ കളയുന്നത്. നശിപ്പിച്ച് നല്ലതാണെങ്കിലോ കാൽപ്പാട് ഉണ്ടോ? കംപ്ലീറ്റ് കളഞ്ഞേക്കല്ലോ. ഭീകരമായ അവസ്ഥ തന്നെ കേട്ടോ. ഭീകരമായ അവസ്ഥ പറയാൻ പറ്റില്ല. ഈ തോട്ടത്തൊക്കെ അവർ വാളിൽ മുറിച്ച് കളഞ്ഞു. ബാക്കി കാപ്പിക്ക് നാശാക്കാതെ കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട് അത് മുറിച്ച് കളഞ്ഞു. അല്ലേ? ഇത് വാസ്കേറ്റിന്റെ തോട്ടാ. ഓഹോ. ഇത് നമ്മുടെ കവുങ്ങ് നമ്മുടേതാണ്. കവുങ്ങ് ഇതാണ്. ഇങ്ങോട്ട് ഒടിച്ചിട്ടതാ. ഭീകരമായ അവസ്ഥ കേട്ടോ. ഭീകരമായ അവസ്ഥ. നമ്മുടെ മരമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് കവുങ്ങ് അതിലേരിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം അതും ഇല്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കവുങ്ങ്. അത് ഞാൻ നോക്കുന്നത് കവുങ്ങൊന്നും ഇപ്പൊ കാണുന്നില്ല. എല്ലാം കളഞ്ഞല്ലേ? വാഴയും തെങ്ങും കഴിഞ്ഞിട്ട് കവുങ്ങിലേക്കാണ് പിടിച്ചത്. തെങ്ങ് തീർന്നു ഇപ്പൊ എല്ലായിടത്തും. ഞാനിപ്പോ 45 രൂപ കൊടുത്ത് വാങ്ങല. തേങ്ങ അല്ലേ? 1 കിലോ തേങ്ങയ്ക്ക് 45 രൂപ കൊടുത്ത് വാങ്ങും അല്ലേ? വാങ്ങാം. 5 കിലോ മേടിച്ചു. കർഷകന്റെ അവസ്ഥ അല്ലേ? എല്ലാ പച്ചക്കറി മൊത്തം എല്ലായിടത്തും ഉണ്ട്. ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും ഇതേ ഉള്ളൂ. നിങ്ങൾ പോയി കഴിഞ്ഞ വെച്ചിട്ട് വന്നത് ഇതിപ്പോ 3 ദിവസം അടുപ്പിച്ച് വന്നതാണ്. അതാണ് ഈ കോലാഹലം. നിങ്ങളൊരു സാധനം വാങ്ങിച്ചു വന്നുകൊണ്ട് എത്രത്തോളം അറിയില്ല. പ്രത്യേക ശബ്ദം ഉണ്ടാവും. ആംബുലൻസാറാണ്. ഒരു 10-20-30,000 റുപ്യേന്റെ അടച്ചോളം കിട്ടി. ഇക്കൊല്ലം അതുമില്ല. 30,000 കിട്ടി. അപ്പോ ഇക്കൊല്ലം ഒക്കെ പോയി. ചേട്ടാ ഇതിപ്പോ സ്ഥിരമല്ലേ? സ്ഥിരമാന. എന്താ ഇങ്ങനെ പോയാ ചെയ്യാല്ലേ നിങ്ങളൊക്കെ? എന്താ ചെയ്യാന്നുള്ള ഒരു പിടിയാകില്ല. ഞാൻ ഇനി മരിക്കാന്ന് പറഞ്ഞു. ഞാൻ അവരോട് പുറത്ത് പറഞ്ഞു, ഞാൻ ഇനി ജീവിക്കുന്നില്ല, നിങ്ങളിത് ഏറ്റെടുത്തോ, പിന്നെ എൻ്റെ കുട്ടികൾ എൻ്റെ കുടുംബം സംരക്ഷിച്ചാൽ മതി, നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഞാൻ വിട്ടു തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. പുറത്തുകാരോട് പറഞ്ഞു, ഇനി എനിക്ക് രക്ഷയില്ല. എനിക്ക് ഹൃദയം പൊട്ടിപ്പോയി രാവിലെ. ഇപ്പോഴെൻ്റെ എൻ്റെ കണ്ണുനീര് കുറച്ച് കുറഞ്ഞു. രാവിലെ എനിക്ക് വന്നപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. കണ്ടിട്ടല്ലേ? സ്വന്തം എന്റെ കൈപ്പടി, എന്റെ സ്വന്തം അധ്വാനാണ്, എന്റെ സ്വന്തം പ്രയത്നമാണ്. അച്ഛനുണ്ടാക്കി തന്നതല്ല അത്. അച്ഛൻ ഭൂമി തന്നു, ബാക്കിയൊക്കെ പണിയെടുപ്പിച്ചൊക്കെ ഞാനാണ്. സ്വന്തം അധ്വാനാണ്. അപ്പം അതുകൊണ്ട് ഇനി എൻ്റെ ഒരു കുട്ടീൻ്റെ ഒരു മോളുടെ ബാധ്യത കഴിക്കാണ്ട് മോളെ കല്യാണം കെട്ടിക്കൊടുത്തു. എന്നാലും അത് ബാധ്യത കിടക്കാണ്. ഇപ്പോൾ അതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൊല്ലം അടച്ച പുതുക്കിയില്ലെങ്കിൽ പലിശ വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതൊക്കെ പിച്ചം കൊണ്ട് വേണം. പിന്നെ കുറച്ച് സ്വർണ്ണും ഗോൾഡൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണയം വെച്ച് അങ്ങനെയൊക്കെ തട്ടി ഉരുട്ടിപ്പരട്ടി അങ്ങനെ പോയി. നമ്മളെന്ന് വെച്ചാൽ ഒരു അനാവശ്യ കളിയൊന്നുമില്ല. ഒരു ബീഡി വലിക്കുക, കള്ളു കുടിക്കുക, ഒരു ജോലിയോ അനാവശ്യ കളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മുറുക്കി പിടിച്ച് ജീവിക്കുകയാണ്. ഭക്ഷണം തന്നെ ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണമൊന്നും ഞാൻ പോയാൽ കഴിക്കില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള കഞ്ഞോ അത് കഴിക്കാന്നല്ലാതെ. പിന്നെ നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങനെ ചിലവാക്കി അങ്ങനെ പോകണമുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. പിന്നെ ഇതിപ്പോൾ 270 ഉണ്ട്. എൻ്റെ ഭാര്യൻ്റെ സ്ഥലമാണ്. ഭാര്യൻ്റെ പേരിലും കൂടി 270. ആദ്യത്തെ ആദായങ്ങളാണ് എല്ലാം പോയി.
75 തെങ്ങുകളുണ്ടായിരുന്നു. അത് ആദ്യം കളഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കവുങ്ങ് കുറേ ഉണ്ടായിരുന്നു, 10-20. അത് പല വട്ടമായിട്ട് അതും കളഞ്ഞു. ഇപ്പോൾ ഇവിടെ തിങ്ങിപ്പോൾ ഇന്ന് കുറച്ച് കവുങ്ങ് ഈ ഇവിടെ താഴെ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ 2 ദിവസം കൂടി വന്നാൽ അതും ശരിയായി. ഫെൻസിങ് ചെയ്യുന്നുണ്ടോ അവര്? ഇന്ന് ഫെൻസിങ് എന്തോ ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റുകാരെ വിളിക്കും, അവർ വരും. അവർ വന്ന് നൈറ്റിന് പെട്രോളിംഗുകാർ വന്നിട്ട് അങ്ങ് അടി ഓടിച്ച് പോവും. പിന്നെ ഭാര്യയ്ക്ക് അവിടെ കുറച്ച് സ്ഥലമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു സമാധാനം, അവിടെ ലേശം വയലും കരയും ഉണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മളവിടെ പോകുന്ന ഒരു 2ാം തരാണ്. പിന്നെ അതിപ്പോൾ എൻ്റെ ഭാര്യ അങ്ങനെ നിലനിർത്തി പോകുന്നുണ്ട്. പിന്നെ മോനായാലും ഇപ്പോൾ ഒരു ചെറിയൊരു പ്രൈവറ്റ് ജോലിയുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കുടുംബ ചെലവുകൾ അങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. അവരെ ഇപ്പം എന്നെ സഹായിക്കുന്ന കാര്യം പറഞ്ഞാൽ, ഇന്ന് വിളിച്ചപ്പോൾ ഇന്നലെ എന്നാണ് അവർ ചാനലുകാരൊക്കെ വന്നപ്പോഴാണ് ഞങ്ങളുടെ പുറകെ വന്നത്. അവരിന്നൊരു വണ്ടി ആൾ വന്നപ്പോൾ സോക്ക് ഇടാമെന്നോ മറ്റതൊക്കെ ഇടാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ രാഷ്ട്രീയമായിട്ട് ഞാൻ അവരെ സിദ്ദിഖിനോടും MLA നോടൊക്കെ പല പ്രാവശ്യം വിളിക്കലുണ്ട്. MLA പറഞ്ഞ് ഞങ്ങളൊരു പിന്നെ കളക്ടർ DF ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം. ഇന്നലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ ഇവിടെ വൈകുന്നേരം വരെ കാത്തുകൂടി, കൊണ്ടുവന്നില്ല. DF അടുത്ത് ഇവരെ കുറച്ച് പേര് പോയി എന്ന് പറഞ്ഞു. അതിന്റെ എന്താ പ്രതികരണം എന്താ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്കൊരു ആനുകൂല്യങ്ങളൊന്നും ഇല്ലാന്നാ പറഞ്ഞത്. ഞങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്യണം എന്നാ പറയുന്നത്. അതിപ്പോൾ അവർ പറഞ്ഞ പോലെ നടക്കുന്ന കാര്യം. അവർ ഉദ്യോഗസ്ഥന്മാരല്ല, അവരിപ്പോൾ മാസം ശമ്പളം വാങ്ങുന്നവരാണ്, ഒരു സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവരിത് തീരുമാനം എടുക്കണം. അവരിപ്പോൾ ഞങ്ങളുടെ പറമ്പിലേക്ക് ആന വരാതെ, കൃഷിയിടങ്ങളിൽ ആന വരാതെ സംരക്ഷിക്കേണ്ടത് അത് ഉദ്യോഗസ്ഥന്മാരുടെ കടമയാണ്, സർക്കാരിന്റെ ബാധ്യതയാണ്. കൃഷി സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. കൃഷി ചെയ്യേണ്ടതും അതിലുണ്ടാക്കേണ്ടതും അതിന്റെ ബാധ്യത ഞങ്ങളാണ്. അവരെ വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്നത് അത് അവരെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് പറമ്പിലും വയലിലും പണിയെടുക്കാൻ തന്നെ ഞങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതിനൊരു സർക്കാർ തലത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അവർ സ്ഥലം ഏറ്റെടുത്തോട്ടെ. സ്ഥലം ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ സംരക്ഷിച്ചാൽ മാത്രം ഞങ്ങൾക്ക് ജീവനക്കാർക്ക് പൈസ കൊടുക്കുന്ന പോലെ ഞങ്ങളെ കുടുംബം സംരക്ഷിച്ചാൽ മതി. ഞങ്ങൾ വിട്ടുകൊടുത്തേക്കാം. സർക്കാരിന് അങ്ങനെയാണെങ്കിൽ സർക്കാർ ഞങ്ങളെ ഏറ്റെടുത്താൽ മതി. ബുദ്ധിമുട്ടാണെങ്കിൽ ചൂരൽമലയിൽ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. ഇപ്പം ആ സ്ഥലമൊക്കെ വിട്ടുകൊടുത്തില്ല. ഇപ്പം സർക്കാർ അത് വനഭൂമിയാക്കി മാറ്റുന്നു. അപ്പോൾ അവർക്ക് വേറെ വീട്ട് വെട്ടി കൊടുക്കണം. അവരെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്ത പോലെ നമ്മുടെ ഏറ്റെടുത്തോട്ടെ. നമ്മളങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ റെഡിയാണ്. അതെന്റെ ഭാര്യയും മക്കളൊക്കെ പറയുന്നുണ്ട്. വേണമെങ്കിൽ അവർക്ക് വനം വകുപ്പുകാർക്ക് ഭൂമി വേണോ, നമ്മളെ കൊടുത്തേക്കാം. നമുക്ക് അതിന് മറുവശം നമുക്ക് വേറെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പൈസയോ നമുക്ക് മാർക്കറ്റ് വില വെച്ച് നമുക്ക് തന്നാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പോക്ക് പോയാൽ ഞങ്ങളുടെ ജീവിതം ഇപ്പം തന്നെ വഴി മുട്ടിക്കിടക്കാണ്. ഞങ്ങൾ ഈ ഞങ്ങൾ ലോണിന്റെ സമാധാനമൊക്കെ ഞങ്ങൾ തന്നെ പറയണ്ടേ? അത് വനം വകുപ്പുകാരും പറയില്ലല്ലോ. പറയോ? അതെ, അതാണ്. ചേട്ടൻ ശരിക്കും എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇത് 270 പിന്നെ ഒരു വയല് 40 സെന്റും പിന്നെ അവിടെ 25. 2 ഏക്കർ 4 സെന്റ് എന്റെ പേരില്, പിന്നെ ഒരു 25 സെന്റ് വേറെയും. അപ്പൊ അങ്ങനെ 229 പിന്നെ ഒരു 40 സെന്റ് വയലും. ഇത്രയും സ്ഥലം ഉണ്ടായാലും ഇപ്പൊ തേങ്ങയൊക്കെ പുറത്ത് വാങ്ങാം. പൈസ കൊടുത്ത് മേടിക്കുമല്ലേ? പറ്റ തെങ്ങുമാക്കി പറ്റൊന്നുമില്ല. ഇപ്പൊ കണ്ടില്ല, ഒരു തെങ്ങൾ അതും പോയി. പിന്നെ പച്ചക്കറികൾ, അരി വാങ്ങണ്ട. അരി ഇപ്പൊ കുറച്ച് കൃഷിയുള്ളതുകൊണ്ട് കുറച്ച് റേഷനൊക്കെ കിട്ടുന്നതുകൊണ്ട് സാമാനം ഒത്തു പോകും. അതിപ്പോ ഈ തോല് പോവാണെങ്കിൽ വയലിലേക്ക് ആന ഇറങ്ങും. അപ്പൊ ചിലപ്പോൾ ഇക്കൊല്ലം പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ ആ ചേച്ചി പറഞ്ഞ പോലെ, അവള് പറഞ്ഞ പോലെ എപ്പോഴാന്നൊന്നും പറയാൻ കഴിയില്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി. വയലിലേക്ക് അങ്ങനെയാണ്. എന്താ പറയാന്ന് എനിക്കും അറിയത്തില്ല. നമ്മളിത് കണ്ടിട്ട് ഭയങ്കര പ്രയാസം തോന്നുന്നു. ഈ പ്രോസസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് നമ്മൾ കൃത്രിമമായിട്ട് പറയുന്നതൊന്നുമല്ല, ഉണ്ടാക്കി പറയുന്നതല്ല. നേരിട്ട് ഞാനിവിടുന്ന് കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ചാനലിൽ കൂടെ കാണിക്കാറുള്ളൂ. അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ, അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. ഇതാണ് ആ കർഷകൻ പറയുമ്പോൾ അവരുടെ ആ പ്രയാസം നമുക്ക് ആ മുഖത്ത് നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഇച്ചിരി മുന്നേ ആ ചേച്ചി പറയുന്നത് കേട്ടു. ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു വിധത്തിലാണ് അവർ ജീവിച്ചു പോകുന്നതെന്ന്. അപ്പോൾ അവർ പലവട്ടം ആത്മഹത്യനെ പോലും ചിന്തിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു കർഷകരെ കൊണ്ട് പറയിപ്പിക്കാന്ന് പറയുന്നത് തന്നെ നമ്മളെ സമൂഹത്തിൻ്റെ ഒരു പരാജയം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഞാൻ പറയേണ്ടത്? ഒരു വിഭാഗക്കാർക്ക് ഒന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അനീതി വേറൊന്നുമില്ല. ഇത് വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്നുള്ള കാര്യത്തിലൊരു സംശയവും ഇല്ല. കാരണം കാണുന്ന നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു കോമൺ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ചെയ്യുന്നത് തെറ്റാന്നുള്ളത്. പക്ഷെ ഇത് മനസ്സിലാകേണ്ട ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എതിർക്കുകയൊന്നും ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതൊന്നല്ല ഇതിൻ്റെ അകത്ത്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പരിഹാരം എന്ന് പറയുന്നത്. ഈ മനുഷ്യർ
എങ്ങനെയാണോ ജീവിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയിരിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പുള്ളി തന്നെ പറഞ്ഞല്ലോ, 10-100 വർഷത്തിൻ്റെ മേലെയൊക്കെ ആയിട്ട് ഈ വടക്കനാട് പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യാനോ അതിൽ നിന്ന് വിളവെടുക്കാനോ അവർക്ക് ലോണും കാര്യങ്ങളൊക്കെ അടച്ചു പോകാനുള്ള ഒരു അവസരവും ഇല്ല. ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൃഷി കൊണ്ട് ഒരു ഉപകാരം ഇല്ലാത്ത സാഹചര്യം ആയി. എല്ലാവരും AC ജോലികൾ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോലികൾ മാത്രം ചെയ്താൽ മതി എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കർഷകരൊക്കെ എന്ത് ചെയ്യും? ഒരു വലിയ ചോദ്യം തന്നെയാണ്, അല്ലെങ്കിൽ വലിയ ഒരു പ്രശ്നം, സാമൂഹ്യ പ്രശ്നം തന്നെയാണ് ഈ ഒരു കർഷകരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വന്യമൃഗ പ്രശ്നം എന്ന് പറയുന്നത്. എങ്ങനെ ഇതിന് പരിഹാരം കാണുമെന്നോ അല്ലെങ്കിൽ ഇതിന് പരിഹാരം കാണുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ഏതായാലും കണ്ടില്ലെങ്കിൽ ഈ മനുഷ്യരുടെ കാര്യം വളരെ ദുഃഖകരം തന്നെ ആയിരിക്കും. അതിൻ്റെ അകത്തൊരു സംശയമില്ല. അവർ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഇപ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും. ഏകദേശം നമുക്ക് അവരുടെ പറമ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാലോ. എന്താ പറയുക, ഞാൻ എല്ലാ വീഡിയോയിലൂടെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഇങ്ങനെ പറയുമെങ്കിലും നമുക്കറിയാം ഇതൊന്നും പരിഹാരമൊന്നും കാണാൻ പോകുന്നില്ല. ഇതൊക്കെ കാണാനാണെങ്കിൽ ഏതുകൊണ്ട് ഇതിനൊക്കെ പരിഹാരമായി പോയേനെ. ഏതായാലും ഈ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണിക്കുക, അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന് മധ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. ഏതായാലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടുന്ന് കാണിക്കാനുള്ളത്. എന്താ പറയുക, വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.